പ്രിയപ്പെട്ടവരെ, യാസറാണ് പൂക്കോട്ടുംപാട്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പള്ളി ദർസിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ, 17 വയസ്സായ 2 കുട്ടികൾ നോട്ടീസ് ഒട്ടിക്കാൻ, പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പോയപ്പോൾ അവരെ ക്രൂരമായി മർദ്ദിച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ള വാർത്ത നമ്മൾ ആ വാർത്ത കൊടുത്തിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഈ വാർത്തയെ നിങ്ങൾ തരം മാറ്റിയിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുന്ന രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകരുത്. ഇത് പിണറായി വിജയൻ്റെ പോലീസാണ് കേസെടുക്കാത്തത് എങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രതിഷേധമുണ്ട് ആ വിഷയത്തിൽ. നമുക്ക് ചർച്ചകളൊക്കെ മറ്റു തരങ്ങളിലേക്കൊക്കെ പോകാം. ഏത് പിണറായി വിജയൻ്റെ പോലീസാണെങ്കിലും ആര് ഭരിച്ചാലും ഒരു പരാതി കൊണ്ട് ചെന്നാൽ നമുക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. ഒരു പരാതി കൊണ്ട് ചെന്നാൽ അത് ആരോ ആയിക്കോട്ടെ, ആ പരാതി സ്വീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട, അതിന് ശമ്പളം വാങ്ങുന്ന ഇത്തരം ആളുകൾ അതിന് വിമുഖത കാണിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശക്തമായ പ്രതിഷേധം അറിയിക്കേണ്ടതാണ്. നേരെ മറിച്ച് നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ വളരെ ഖേദകരമാണ് ഇത്തരം രാഷ്ട്രീയ പാപ്പരം കംപ്ലീറ്റ് പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ടും, അതേപോലെ തന്നെ ഇപ്പോൾ കാണുന്നതൊക്കെ ഈ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെ UDFൻ്റെ ചിഹ്നങ്ങൾ വെച്ച് ഒക്കെ നിങ്ങൾ ഈ ചർച്ചനെ പിന്മാറ്റുന്നതിലൂടെ ഈ മർദ്ദനമേറ്റ കുട്ടികളുടെ വിഷയത്തിലുള്ള ചർച്ച വഴിമാറിപ്പോവുകയാണ്. രാഷ്ട്രീയ ആശയ വിയോജിപ്പുകളൊക്കെ നമുക്ക് പങ്കുവെക്കാം, അതൊക്കെ ശരിയാണ്. നേരെ മറിച്ച് ഇത് നീതി നിഷേധിക്കുന്നതിന് നിങ്ങളുടെ ഇത്തരം അല്പത്തരമുണ്ടല്ലോ, രാഷ്ട്രീയ അല്പത്തരം, അത് കാരണമാകരുത് എന്നുള്ളത് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, എൻ്റെ പാർട്ടിയെ വിമർശിക്കാം, പക്ഷേ ഇതിൽ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ആരെ പോലീസാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ നിലപാട്. ശക്തമായ വിയോജിപ്പിനെ രേഖപ്പെടുത്തുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഇടപെടണം. അതായത് ഇതിലെ പ്രതികൾ സന്തോഷ് ചേകാത്ത, സുരേഷ് പഴയമഠത്തിൽ എന്നിവരാണ് ക്രൂരമായി മർദ്ദിച്ചത് എന്ന് പറയപ്പെടുന്നത്. അതായത് വീട്ടുകാരോട് അനുമതി വാങ്ങിയിട്ട് ആണ് ഇവരവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ചെന്നത്. ആ അവസരത്തിലാണ് ഇവരെ ക്രൂരമായി ചെമ്പുവള കൊണ്ടുമൊക്കെ കുത്തിപ്പരിക്കേൽപ്പിച്ച് ഇട്ടുള്ളത്. ക്രൂരമായ മർദ്ദനത്തിന് ആ കുട്ടികൾ വിധേയമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർ പരാതി നൽകിയപ്പോഴാണ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തെ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുട്ടികളെങ്ങനെ ക്രൂരമായി ആക്രമിച്ചിട്ട് കേസെടുക്കാതിരിക്കാൻ അവിടുത്തെ SHO അദ്ദേഹത്തിന് എന്താണ് അതിൽ വൈമനസ്യമുള്ളത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഈ പോലീസിൻ്റെയൊക്കെ അനാസ്ഥ എന്തിലേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ? ഇപ്പോൾ ആരെങ്കിലും പോയി പ്രതികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു തിരിച്ചടി കൊടുത്താൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരാരാണ്? ശരിക്കും ഇവിടുത്തെ ഭരണകൂടം, അതിപ്പോൾ ഇനി ആരാണെങ്കിലും ശരി, പിണറായി സർക്കാർ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി പിണറായി വിജയൻ്റെ പോലീസാണെങ്കിലും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം നിങ്ങൾക്കറിയാം, മുമ്പ് എൻ്റെ നാട്ടിൽ നടന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ CI വിമുഖത കാണിക്കുകയും പിന്നീട് അത് വലിയ വിഷയങ്ങളാവുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി വരുന്ന ആളുകളെ അതിൻ്റെ ഗൗരവം പോലും മനസ്സിലാക്കിയിട്ട് അത് കേസെടുക്കാതെ വിട്ടു എന്ന് പറഞ്ഞാൽ അത് ചില താല്പര്യക്കാരുടെ, ചില മനോഭാവക്കാരുടെ പ്രവർത്തികളാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അതിനന്വേഷിക്കുകയും ആ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതിങ്ങനെ തന്നെ പറയാൻ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? നമ്മളെ നാട്ടിൽ പോസ്റ്റർ ഒട്ടിക്കുകയും ചുമരെഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരോട് പറയാം, നമുക്ക് പറ്റാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നത് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ അവരവിടെ ഒട്ടിക്കൂല. പ്രത്യേകിച്ച് ഈ മദ്രസയിൽ ദർസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ആരോടും ഈ പറയുന്നത് പോലെ കയർക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും നോക്കൂല. പോകും. സത്യത്തിൽ ഇതൊരു ചതിയിലൂടെയാണ് എന്ന് പോലും അറിയുന്നു. അതിൻ്റെ ബാക്കി വിഷയങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ, അന്വേഷിക്കുന്നുണ്ട്. അതായത് വളരെ ആസൂത്രിതമായി അവരോട് പല ചോദ്യങ്ങളുമൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കുട്ടികൾ പറഞ്ഞതായിട്ടുള്ള വിവരമുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു വിടും, അതിനൊരു മടിയൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത് കേസെടുക്കാതിരിക്കുന്നത് വളരെ പ്രതിഷേധമാണ്. ആ കുട്ടികൾക്ക് നീതി കിട്ടേണ്ടതുണ്ട്. അവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. മാത്രവുമല്ല, ഈ പറഞ്ഞതുപോലെ അവരെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ആ മനോഭാവം എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ അന്വേഷിച്ച് പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കാതെ, പരാതി സ്വീകരിക്കാതെ, കേസെടുക്കാതെ മുന്നോട്ട് പോകുന്നത് ചില ആളുകൾക്കുള്ള ഒത്താശ ചെയ്യലാണ് എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്.
ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തെ അറിയിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ ഈ പോലീസിൻ്റെ അനാസ്ഥ, അങ്ങനെ തന്നെ പറയും, ഈ പോലീസിൻ്റെ അനാസ്ഥ അതൊരിക്കലും പൊതുസമൂഹം അംഗീകരിക്കൂല. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.